രാഹുൽ മാങ്കൂട്ടത്തിലിനെ പടിയടച്ച് പിണ്ടം വെക്കണമെന്ന യൂത്ത് കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി സജന ബി സാജൻ. പാർട്ടി പ്രാഥമിക അംഗത്വത്തിൽ നിന്നും രാഹുലിനെ പുറത്താക്കണം. നീതി എന്നുള്ളത് പീഡിപ്പിക്കുന്നവനല്ല, ഇരകൾക്കുള്ളതാണെന്നും സജന ബി സാജൻ തന്റെ ഫേസ്ബുക്ക് പോസ്റ്റിൽ പറയുന്നു. റിപ്പോർട്ട് കാണാം ശേഷം ന്യൂസ് നൈറ്റിൽ അസിത സഹീർ തുടരും. യൂത്ത് കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി സജന ബി സാജനാണ് രാഹുൽ മാങ്കൂട്ടത്തിലിനെതിരെ അതിരൂക്ഷ പ്രതികരണവുമായി രംഗത്തെത്തിയിരിക്കുന്നത്. രാഹുൽ മാങ്കൂട്ടത്തിലിനെ പടിയടച്ച് പിണ്ടം വയ്ക്കണം, പാർട്ടി പ്രാഥമിക അംഗത്വത്തിൽ നിന്നും രാഹുലിനെ പുറത്താക്കണം. രാഹുൽ മാങ്കൂട്ടമല്ല, അദ്ദേഹത്തിന്റെ മനോനിലയാണ് പ്രശ്നമെന്നും ഞരമ്പൻ എന്ന നാടൻ പ്രയോഗത്തെ പ്രതിരോധിക്കേണ്ട അവസ്ഥയിലാണ് പാർട്ടി പ്രവർത്തകരെന്നും സജന പറയുന്നു. രാഹുലിനെതിരെ ഫേസ്ബുക്കിൽ പറഞ്ഞ കാര്യങ്ങളിൽ ഉറച്ചു നിൽക്കുന്നതായി സജന കൈരളി ന്യൂസിനോടും വ്യക്തമാക്കി. തീർച്ചയായിട്ടും ആ നിലപാടിൽ തന്നെ ഉറച്ചു നിൽക്കുകയാണ്. ഇതൊരിക്കലും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്ന് പറയുന്ന ഒരു പാർട്ടിക്കെതിരെ, ഞങ്ങളുടെ നേതൃത്വത്തിനെതിരെയോ പ്രതികരിച്ചിരിക്കുന്ന ഒരു പോസ്റ്റായിട്ട് തെറ്റിദ്ധരിക്കരുത്. ഇത് തികച്ചും ഒരു സ്ത്രീ സംരക്ഷണത്തിന് വേണ്ടി നിൽക്കുന്ന ഒരു പാരമ്പര്യമുള്ള, ഇത്രയും വർഷത്തെ പാരമ്പര്യമുള്ള ഒരു പ്രസ്ഥാനം എന്ന നിലയിൽ ഞങ്ങളുടെ പ്രസ്ഥാനം കൈക്കൊള്ളേണ്ടുന്ന ഒരു ചില കാര്യങ്ങളെ ചൂണ്ടിക്കാണിച്ചുകൊണ്ടുള്ളൊരു പോസ്റ്റാണ്. ഇതിൽ തീർച്ചയായിട്ടും ഞാൻ ഇപ്പോഴും ഇനി അങ്ങോട്ടും അദ്ദേഹം തെറ്റുകാരനാണെന്ന് തെളിയിക്കപ്പെട്ടാലും ഈ ഒരു കാര്യത്തിൽ തന്നെ ഞാൻ ഉറച്ചു നിൽക്കും. ഇതിനകത്ത് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് അദ്ദേഹത്തെ മാറ്റി നിർത്തണം എന്നുള്ളതാണ് ആവശ്യപ്പെടുന്നത്. ഇപ്പോൾ സസ്പെൻഷനാണ് അദ്ദേഹം ഏറ്റുവാങ്ങിയിരിക്കുന്ന ഒരു നടപടി എന്ന് പറയുന്നത്. ആ സസ്പെൻഷൻ പിൻവലിച്ച് അദ്ദേഹത്തെ ഈ പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് തന്നെ പുറത്താക്കണം എന്നാണ് എന്റെ നിലപാട്. അദ്ദേഹത്തെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കണം എന്നുള്ളതാണ്. സസ്പെൻഷൻ എന്നുള്ള ഒരു നടപടി മാറ്റി നിർത്തി അദ്ദേഹത്തെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കണം എന്നതാണ് എന്റെ ഒരു ആവശ്യമായിട്ട് ഞാൻ ഉന്നയിച്ചിരിക്കുന്നത്. അതെ, ഇപ്പൊ ഞാൻ പറഞ്ഞതുപോലെ KC വേണുഗോപാൽ അവർ തന്നെ അത് നേതൃത്വം അറിഞ്ഞിട്ടല്ല അദ്ദേഹം ഈ ശ്രീ രാഹുൽ മാങ്കൂട്ടം ഈ പാർട്ടി വേദികളിൽ പങ്കെടുക്കുന്നത് എന്ന് അദ്ദേഹം തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട്. അത് അവിടുത്തെ DCC ആണ് അതിന് മറുപടി പറയേണ്ടുന്നത്. അവിടുത്തെ കോൺഗ്രസ് നേതൃത്വമാണ് അദ്ദേഹം പാർട്ടി വേദികളിൽ പങ്കെടുക്കുന്നത് വിലക്കേണ്ടിയിരുന്നത്. പക്ഷെ അത്തരത്തിലൊരു നടപടിയും ഇതുവരെ ജില്ലയിലെ കോൺഗ്രസ് നേതൃത്വത്തിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായതായിട്ട് ഞങ്ങൾ കണ്ടിട്ടില്ല ഇതുവരെയും. ഇപ്പോഴും അദ്ദേഹം പാർട്ടി വേദികളിൽ പങ്കെടുക്കുന്നതായിട്ട് അറിയുന്നുണ്ട്. അപ്പൊ അതിനെതിരെ എന്താണെന്നുള്ളത് അന്വേഷിച്ച് പാർട്ടി തന്നെ ഒരു നിലപാട് സ്വീകരിക്കുമെന്നാണ് കരുതുന്നത്. പെൺകുട്ടികളുടെ മാനത്തിനും വിലയുണ്ടെന്നും നീതി എന്നുള്ളത് പീഡിപ്പിക്കുന്നവനല്ല, ഇരകൾക്കുള്ളതാണെന്നും സജന ബി സാജൻ ഫേസ്ബുക്ക് കുറിപ്പിൽ പറയുന്നുണ്ട്. സമാനമായ പ്രതിഷേധം സോഷ്യൽ മീഡിയയിൽ കോൺഗ്രസ് നേതാക്കളായ പലരും പങ്കുവയ്ക്കുന്നുണ്ട്. കൈരളി ന്യൂസ്, തിരുവനന്തപുരം.